നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റ് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരിക്കും. ഞാൻ കാരണം പലപ്പോഴും ഹരി ഒരു കോമാളിയായി പോകുന്നുണ്ട് അല്ലേ? ജീവിതം അങ്ങനെയല്ലേ, പലപ്പോഴും മറ്റുള്ളവരുടെ ചിരിക്ക് നമ്മൾ കാരണമാവും. അത് കുഴപ്പമില്ല. വീണാമ്മ എഴുന്നേറ്റ് വരുന്നുണ്ടോ? പോക സമയായി. വരാനല്ലേ പറഞ്ഞത്? എനിക്ക് വയ്യാന്ന് പറഞ്ഞാ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? വയ്യാത്തവര് വരണ്ട. ജ്യോതി വണ്ടി കയറ്. പെണ്ണെ, ഈ പെരുവയിൽ കിടന്ന് വേഷം കെട്ട് കാണിച്ചാലുണ്ടല്ലോ കാലേ വരെ നിലത്തടിക്കും ഞാൻ, കേട്ടോ? എന്താ കാര്യം നിങ്ങൾ എവിടെ നിൽക്കുന്നത്? അമ്മയ്ക്കോട് ആകെ ടെൻഷനില്ല. ഞാൻ നിങ്ങളെ അന്വേഷിച്ചിറങ്ങിയതാ കൂട്ടിക്കൊണ്ടുപോവാ. അല്ല ജീവൻ, താൻ എവിടെയായിരുന്നു? അത് പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. ഞാൻ പോയതിന്റെ ഉത്തരം രജിസ്റ്റർ ഓഫീസിൽ പോകുമ്പോ അവിടെയുണ്ട്. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, നമുക്ക് പെട്ടെന്ന് പോകണം, കേട്ടോ? നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. വീണയുടെ കാര്യത്തിൽ പേടിക്കണ്ട. വീണയെ ഒരു വണ്ടി വിളിച്ച് ഞാൻ വീട്ടിൽ വിടാൻ പറയാം. വേണ്ട വേണ്ട, ഞാനും വരുന്നുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ഹരി സാറേ, വണ്ടി എടുക്കുക. മണവാട്ടിക്ക് ടെൻഷനാവും, പക്ഷെ മുഖത്ത് ഇത്ര വെപ്രാളം പാടില്ല. ഒന്ന് ചിരിച്ചൂടെ? കേറ്. കാണുന്നില്ലല്ലോ അവരെ. സുജാതെ, ഇനി എപ്പോ വേണമെങ്കിലും അകത്തോട്ട് വിളിക്കാൻ നമ്മളെ. ഇവരിത് എങ്ക പോയിருக்கு സാർ? അതോ വന്നു. അമ്മാമ്മ, ഇവിടെയാണോ അച്ഛന്റെ അമ്മേനും കല്യാണം നടത്തണേ? അതെ മോനെ. വഴിയിൽ വെച്ച് വീണയ്ക്ക് വയ്യാതായി. കുറെ സമയം അങ്ങനെ കളഞ്ഞു. അവസാന നിമിഷവും മുടക്കാനുള്ള തന്ത്രപ്പാടില്ല ഇല്ലോടി. തടസ്സങ്ങളൊക്കെ ഉണ്ടാവും,
നമ്മൾ തന്നെ അതൊക്കെ തട്ടി മാറ്റണ്ടേ? അല്ലേ അമ്മേ? അല്ലേ അമ്മാവ? ആ അടുത്ത നിങ്ങളുടെ രജിസ്ട്രേഷനാണ്. വധുവും വരണമൊക്കെ എത്തിയില്ലേ? ആ ഉണ്ട് സർ, ഇവരാണ്. എന്നാ ശരി, അകത്തോട്ട് കയറി ഇരുന്നോളൂ. ആ ഇവിടെ വെച്ച് അമ്മേനെ തോൽപ്പിക്കരുത് മോളെ. ഒന്ന് നിൽക്കണം. നിത്യക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. വാ വാമേ. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റ് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരിക്കും. വാ. വരൂ സുജാതെ. വാ. വാന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.